പശ്ചിമേഷ്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ് പശ്ചിമേഷ്യ. ഇറാനും അമേരിക്കയും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർത്ത് വീണ്ടും ശക്തമായ ആക്രമണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഹോർമുസ് എന്ന് പറയുന്ന കടലിടുക്ക്, ലോകത്തിന്റെ വലിയൊരു ശതമാനവും ചരക്ക് നീക്കം നടക്കുന്ന ഹോർമുസ് എന്ന കടലിടുക്ക്, അത് ഒരുപാട് ലോകരാജ്യങ്ങളെ ബാധിക്കുന്ന ഒരു ആയുധമാക്കി ഇറാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇനി ഹോർമുസിന്റെ ഒരു ഭാവി എന്താണ്? അമേരിക്കയ്ക്ക് ഇറാനെ പിടിച്ചു കിട്ടുവാൻ സാധിക്കുമോ എന്ന് തുടങ്ങിയ നിരവധി ചോദ്യങ്ങളും ഇപ്പോൾ ലോകം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയങ്ങളാണ് ഇന്നത്തെ ബിഗ് ഡിബേറ്റിൽ നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം അന്താരാഷ്ട്ര നിരീക്ഷകരായ ഡോക്ടർ അഭിലാഷ് ജി രമേശ്, ജോർജ് കള്ളിവേലി എന്നിവർ ചേരുന്നുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ ഡോക്ടർ അഭിലാഷ് ജി രമേശിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അറിയാം, ഈ ഹോർമോസ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു ആയുധമായിട്ട് തന്നെയാണ് ഇറാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധം തുടങ്ങിയ സമയം മുതൽ ഹോർമോസ് വലിയൊരു ആയുധമായി തന്നെയാണ് ഇറാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങളെല്ലാം ബാധിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു പ്രശ്നം ചെന്നെത്തിക്കാൻ ഇറാന് സാധിച്ചു എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ വരുന്ന ഇലക്ഷനും എല്ലാം മുൻനിർത്തി നോക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കേണ്ടതും ഒരു ആവശ്യമായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാകാം വീണ്ടും ഒരു സംഘർഷഭരിതമായ ഒരു സിറ്റുവേഷനിലേക്ക് ഈ മേഖല ചെന്ന് എത്തുന്നത്? എന്തുകൊണ്ടായിരിക്കും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ലോക രാജ്യങ്ങൾക്കൊന്നും സാധിക്കാത്തത്? ഭൂരിഭാഗം രാജ്യങ്ങളും ഇറാന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു വിഷയത്തിൽ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുവാൻ ലോകത്തിന് സാധിക്കാത്തത്? പ്രധാനമായിട്ടും ഹോർമുസിനെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന സാമ്പത്തിക ക്രമവും, അതായത് ആഗോള സാമ്പത്തിക ക്രമം, ഭക്ഷ്യവസ്തുക്കൾ, ഫ്യൂവൽ അല്ലെങ്കിൽ ഇന്ധനം, അതോടൊപ്പം തന്നെ ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാക്രോ എക്കണോമിക് കൺസേൺസ്, ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ഡേഞ്ചറസ് പോളിസി കോക്ടെയിലാണ് ലോകരാജ്യങ്ങളെ ഈ വിഷയത്തിൽ നിന്ന് ഒരുമിച്ച് നിൽക്കുന്നതിലോ കളക്റ്റീവായ ആക്ഷൻ എടുക്കുന്നതിൽ നിന്നോ പിന്തിരിപ്പിക്കുന്നത്. പക്ഷേ ലോകരാജ്യങ്ങൾ ഇന്ന് ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഈ യുദ്ധം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 2026, 27, 29, 30 വരെയുള്ള ഒരു വലിയ സാമ്പത്തിക മാനത്തിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഫ്യൂവൽ മാത്രമല്ല, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഫെർട്ടിലൈസർ ഇഷ്യൂസിലാണ്. ഫെർട്ടിലൈസർ അല്ലെങ്കിൽ രാസവളം, ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ യൂറിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ നിർമ്മാണത്തിൽ ഉണ്ടാകുന്ന വലിയ തോതിലുള്ള വീഴ്ച, അതോടെ തന്നെ അതിന്റെ വിലവർധന തുടങ്ങിയവയെല്ലാം ഭക്ഷണത്തെ കോസ്റ്റ്ലി ആക്കാൻ പോവുകയാണ്, വളരെ വില കൂടിയതാക്കാൻ പോവുകയാണ്. അങ്ങനെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് സാമ്പത്തിക മാന്ദ്യത്തിന് തുല്യമായ ഒരു അസന്തുലിതാവസ്ഥ ലോകമെമ്പാടും വലിയ തോതിൽ കുറേയേറെ നാളുകൾ നീണ്ടു നിൽക്കുന്ന രീതിയിലേക്ക് സൃഷ്ടിക്കാനുള്ള കേപ്പബിലിറ്റി ഇപ്പോഴത്തെ ക്രൈസിസിനുണ്ട്. സോ അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായ തീരുമാനമെടുത്തുകൊണ്ട് ഒന്നുകിൽ ഈ യുദ്ധത്തിന് പരിഹാരം കാണുക, അല്ല എന്നുണ്ടെങ്കിൽ ഹോർമുസ് കടലിടുക്കിനെ ഗ്ലോബലൈസ് ചെയ്യുക എന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു. ഇതില്ലെങ്കിൽ നടക്കാൻ പോകുന്നത് അതിരൂക്ഷമായിട്ടുള്ള ലോങ് സ്റ്റാൻഡിങ് അല്ലെങ്കിൽ വളരെ ദൂരവ്യാപകമായിട്ട് വളരെ കാലങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ഭക്ഷ്യക്ഷാമം ഉണ്ടാവുകയും അതുവഴി വലിയ തോതിലുള്ള സാമ്പത്തിക മാന്ദ്യവും സാമൂഹികമായിട്ടുള്ള അരക്ഷിതാവസ്ഥയും ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകും എന്നുള്ളത് നമുക്കിവിടെ പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും മറ്റൊരു കാര്യം കൂടെ ചോദിക്കും. ഇപ്പം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇറാൻ അവകാശപ്പെടുന്നത് ഹോർമൂസ് എന്ന് പറയുന്ന കടലെടുക്ക് അത് ഇറാന്റെ മാത്രമാണ്, അല്ലെങ്കിൽ ഇറാന്റെ കൺട്രോളിലുള്ള ഒരു മേഖലയാണ് എന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷെ ഇത്രയും നാളും എങ്ങനെയായിരുന്നു വെച്ചാൽ സുഗമമായിട്ട് എല്ലാ രാജ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു തുറന്ന ഗേറ്റ് ആയിരുന്നു ഈ ഹോർമൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അവിടെ ഒരു നിയന്ത്രണം വരുമ്പോൾ അത് മറ്റ് രാജ്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് സാധ്യത? പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ. നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങളിലേക്ക് കപ്പൽ മാർഗം എത്തണമെങ്കിലുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഈ ഹോർമൂസ് കടലെടുക്കാണ്. അത് അടച്ചു കഴിഞ്ഞാൽ അവരുടെ ഇന്ധനമടക്കമുള്ള അവരുടെ എല്ലാത്തരം ബിസിനസ്സിനെയും അത് ബാധിക്കുന്ന തരത്തിലേക്ക് എത്തും. അതിനെ എങ്ങനെ മാനേജ് ചെയ്യാനായിരിക്കും സാധ്യത? ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള സൗദി അറേബ്യയും UAEയും അവരുടെ പ്രൈസിന് ഇരട്ടി വില കൊടുത്ത് ടേൺ അറൌണ്ട് സപ്ലൈ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ 20 മില്യൺ ബാരൽ ഓളം ഈ രീതിയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 7 ബില്യണും 1.8 ബില്യണുമായിട്ട് കുറഞ്ഞിരിക്കുന്നു. അതുപോലെ ഈ 2 രാജ്യങ്ങളും ഈ പറയുന്ന രീതിയിൽ അവരുടെ പ്രൊഡക്ഷന് ഡിസ്ട്രിബ്യൂഷൻ ലൈൻ വീക്കെൻഡ് ആവുകയാണെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യം ഗ്ലോബൽ സപ്ലൈ ചെയിനിലുള്ള ഇവരുടെ ഡോമിനൻസ് കുറയുകയും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക്
ഇവരുടെ പ്രൊഡ്യൂസേഴ്സ് ഇഫക്റ്റീവായിട്ടുള്ള കോസ്റ്റിൽ വിറ്റഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. അത് അവരുടെ ഇന്റേണൽ എക്കോണമിനെയും ദൂരവ്യാപകമായിട്ട് ബാധിക്കുകയും. ഇന്ന് റോയിറ്റേഴ്സിന്റെയൊക്കെ ഒരു ഗ്ലോബൽ എക്കണോമിക് ഇംപ്ലിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളിലെല്ലാം തന്നെ വന്ന പ്രധാനപ്പെട്ട ഒരു കൺസേൺ ഇതാണ്. മിഡിൽ ഈസ്റ്റിൽ ഈ പറയുന്ന രീതിയിൽ അടിത്തറയിൽ തന്നെ വലിയ ഒരു അനക്കം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മാന്ദ്യമല്ല, ഒരു സാമ്പത്തിക തളർച്ചയുടെ പ്രതിഫലനം ആരംഭിച്ചിരിക്കുന്നു. അതോടൊപ്പം IMF ഇന്ന് ഗ്ലോബൽ ഗ്രോത്ത് റേറ്റിനെ കുറച്ചിരിക്കുന്നു, ഫോർകാസ്റ്റിംഗ് കുറച്ചിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാനല്ല IRGCയുടെ ഇപ്പോൾ നടത്തുന്ന ഈ ആക്രമണങ്ങൾ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന രീതിയിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് ഈ യുദ്ധത്തിലേക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ്. ഇപ്പോൾ തന്നെ കാണാം, ബഹ്റൈനിലും കുവൈറ്റിലും അതുപോലെ തന്നെ ഖത്തറിലും ഒക്കെ നടത്തുന്ന ആക്രമണങ്ങൾ എവിടേക്കാണ്? റിഫൈനറീസ്, അതുപോലെ തന്നെ സപ്ലൈ സിസ്റ്റങ്ങൾ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയവ തകർക്കുകയാണ്. അതുപോലെ പൈപ്പ് ലൈൻസിന് നേരെ അറ്റാക്ക് നടക്കുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇറാന്റെ കയ്യിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള പ്രത്യാക്രമണം കാരണം ലോങ് ടേമിലുള്ള ഒരു നഷ്ടം ഇത്തരം ഗൾഫ് രാജ്യങ്ങൾക്ക് ഉണ്ടാവുകയാണ്. അപ്പൊ ഇനിയും അവരൊരു സൈലന്റ് സ്പെക്ടേറ്ററോ മീഡിയേറ്ററോ ആയി ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. ദേ ഹാവ് ടു ആക്ട്. അവരെ ഏതെങ്കിലും ഒരു തരത്തിൽ ഉത്തരവാദിത്വം എടുത്തേ പറ്റുള്ളൂ. ഇപ്പം മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം നയിക്കണം എന്ന് പറയുന്ന ഒരു ആബ്സർഡ് ആയിട്ടുള്ള പൊസിഷനിൽ നിന്നൊക്കെ മാറണം. അത് മാറിയതിനു ശേഷം നിങ്ങളുടെ രാജ്യങ്ങളുടെ കളക്റ്റീവ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്, എക്കണോമിക് ഇൻട്രസ്റ്റ് ഒക്കെ മുൻനിർത്തിക്കൊണ്ട് ശക്തമായ നടപടികൾ എടുക്കാനുള്ള സാധ്യതകൾ അവർ എക്സ്പ്ലോർ ചെയ്യണം. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ മറ്റൊരു വശം കൂടെ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ അവിടെ ലബനനിൽ ശക്തമായിട്ടുള്ള ഒരു കരയുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു കരയുദ്ധം നിർത്തണമെന്ന് ഇറാൻ പലവട്ടം ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇറാൻ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് ഈ പ്രോക്സി ഗ്രൂപ്പുകളെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് ഇറാൻ ആണ് എന്ന് ഇറാൻ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് ശരിക്കും. കാരണം ആ ഒരു യുദ്ധം നിർത്തിയാലേ അവിടെ സമാധാനം അല്ലെങ്കിൽ ഈ ഒരു കരാറിലേക്ക് വരികയുള്ളൂ എന്നൊക്കെ ഇറാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനിയും ഇറാൻ വീണ്ടും ആക്രമണം തുടങ്ങിയ സ്ഥിതിക്ക് ഇനിയും ഈ പ്രോക്സി ഗ്രൂപ്പുകൾ, അതായത് ഹിസ്ബുള്ള പോലുള്ള ഹൂതികൾ പോലുള്ള പ്രോക്സി ഗ്രൂപ്പുകളൊക്കെ സജീവമാകാനുള്ള ഒരു സാധ്യതയില്ല. ശ്രീ ജോർജ് കള്ളിവേൽ, താങ്കളോടാണ് എന്റെ ചോദ്യം, താങ്കൾക്ക് പറയാം. തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് വലിയൊരു ഊരാക്കുടുക്കിലാണ്. പ്രത്യേകിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക്, വളരെ സങ്കീർണമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഭീകരത വളരുന്നോ വളരാതിരിക്കുന്നോ അതൊക്കെ ഒരു പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുക തന്നെയാണ്. നമ്മൾക്കറിയാവുന്നതുപോലെ ഹൂതികളുടെ കാര്യമൊക്കെ താങ്കൾ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നു. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനെതിരെ നടത്തിയ യുദ്ധം അവിടെ കൊണ്ട് അവസാനിച്ചില്ലെന്ന് മാത്രമല്ല, മിക്ക ഗൾഫ് രാജ്യങ്ങളെയും ബാധിച്ചു. ഇന്ത്യയുടെ മലയാളികൾ അടക്കമുള്ള പ്രവാസികൾ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു മേഖലയാണിത്. നമുക്കറിയാം, ഇത് ചുരുങ്ങിയത് ഒരു 5 തലങ്ങളിൽ ഇന്ത്യയെ 6 തലങ്ങളിലെങ്കിലും ഇന്ത്യയെ ബാധിച്ചിട്ടുണ്ട്. ആദ്യത്തേത് ജിയോ പൊളിറ്റിക്കലായിട്ട് നമ്മളെ കൊണ്ടുവരിക്കുന്ന ഒരു ആഗോള ഒരു സങ്കീർണമായ സ്ഥിതിവിശേഷം തന്നെയാണ്. കാരണം ഇന്ത്യക്ക് വളരെ വേണ്ടപ്പെട്ടതാണ് ഈ അമേരിക്കയും ഗൾഫിലെ രാജ്യങ്ങളും ഇറാനും, അതായത് സൗദി അറേബ്യ, UAE, ബഹ്റൈനും കുവൈറ്റും ഒമാനും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങളും പിന്നെ ഇറാനും ഒക്കെയായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് അമേരിക്കയുമായിട്ടും ഇസ്രായേലുമായിട്ടും. അപ്പൊ ഇതിനിടയ്ക്ക് വളരെ അങ്ങോട്ടും മേലെ ഇങ്ങോട്ടും മേലാത്തൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളെ ഏറ്റവും നേരിട്ട് ബാധിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കുക്കിംഗ് ഗ്യാസിലും ഫ്യൂവലിലും LPGയിലും ഒക്കെയാണ്. അതായത് ഈ നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയിലേക്കുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വരവ് ഏറ്റവും കൂടുതൽ 90% ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് വരുന്നത്. LPGയിൽ അടക്കമുള്ള ആ പ്രശ്നങ്ങൾ ഇവിടെ ഷോർട്ടേജ് ഉണ്ട്. നമുക്കറിയാം, വലിയ തോതിൽ വില കൂട്ടി. 1000 രൂപയൊക്കെയാണ് ഒരു വാണിജ്യ LPG സിലിണ്ടർ കൂട്ടിയത്. പെട്രോളിന്റെ വില കൂട്ടിയത് ഇനിയും പൊതുമേഖലാ എണ്ണ കമ്പനികൾ കുറച്ചിട്ടില്ല. അതോടൊപ്പമാണ് പ്രത്യേകിച്ച് വന്നിരിക്കുന്ന ഇപ്പോൾ നമ്മുടെ രാസവളങ്ങളുടെ കാര്യത്തിൽ, യൂറിയ അടക്കമുള്ള രാസവളങ്ങളുടെ കാര്യത്തിലുണ്ടായിരിക്കുന്ന പ്രത്യേകിച്ചുണ്ടായിരിക്കുന്ന ഒരു സപ്ലൈ ഷോർട്ടേജ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ വില കൂടുതൽ വന്നു കഴിഞ്ഞു. വലിയ തോതിൽ അത് കാർഷിക മേഖല ബാധിക്കും. പ്രത്യേകിച്ച് ഈ മഴക്കാലം കഴിഞ്ഞ് ഇവിടെ ഉത്തരേന്ത്യയിൽ ഈ വർഷകാല കൃഷികളുണ്ട്, ഖരീഫ് വിളകൾ എന്ന് പറയും. അവരെയാണല്ലോ ഇന്ത്യയുടെ കൃഷി മേഖലയിലെല്ലാം അത് ബാധിക്കും. പിന്നെയാണ് നമ്മുടെ അഭിലാഷ് ചൂണ്ടിക്കാട്ടിച്ചതുപോലെ നമ്മുടെ ആഗോള IMF അടക്കമുള്ളവര് നമ്മുടെ റേറ്റിംഗ്, നമ്മുടെ വളർച്ചാ നിരക്കിൽ ചെറിയ കുറവെങ്കിലും പ്രവചിച്ചു കഴിഞ്ഞു. മൂഡീസിന്റെ റേറ്റിംഗിലും ഗോൾഡ്മാൻ സാക്സിന്റെ റേറ്റിംഗിലും ഒക്കെ ഇന്ത്യയെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട് 2026-27
വളർച്ച പ്രവചനങ്ങളിൽ. അപ്പൊ അതൊക്കെ വലിയ തോതിൽ ഇത് ഉണ്ടാക്കുന്ന ഒരു റിസ്ക് മാത്രമല്ല, അത് ഈ വലിയ തോതിലുള്ള ഒരു ഇൻഫ്ലേഷൻ, വിലക്കയറ്റത്തിനും കൂടെ വഴിതെളിക്കും. ഇത് ആഗോളതലത്തിലുണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി. പിന്നെ ഇന്ത്യക്കും കേരളത്തിനും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഗൾഫ് മേഖലയിലുള്ള നമ്മുടെ പ്രവാസികളുടെ കാര്യമാണ്. പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് മലയാളികൾ അടക്കമുള്ളവരുടെ അവരുടെ ജോലിക്ക് പ്രതിസന്ധി നേരിടുന്നു, അവരുടെ വരുമാനത്തിൽ, ബിസിനസ്സിനെ പ്രതിസന്ധി നേരിടുന്നു, വരുമാനത്തിൽ പ്രതിസന്ധി നേരിടുന്നു. നമുക്കറിയാം ഇന്ത്യയിലേക്കുള്ള റെമിറ്റൻസ്, വിദേശ പണം, അത് ഏതാണ്ട് $51 ബില്യൺ ആണ് കണക്കാക്കുന്നത് ഗൾഫിൽ നിന്ന് മാത്രം. അപ്പൊ അത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിനെ മാത്രമല്ല, നമ്മുടെ സാധാരണ മലയാളി കുടുംബങ്ങളുടെ വീട്ടുകളിലെ വരുമാനത്തെ വരെ ബാധിക്കും. കാരണം മിക്ക വീടുകളിലും ഒന്നിലേറെ പേരെയോ വളരെയേറെ പേരോ ഒക്കെ ഗൾഫിലാണ്, ഗൾഫ് രാജ്യങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. എല്ലാ ലോകരാജ്യത്തും അത് ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രവാസികൾ ഏറ്റവും അധികമുള്ള ഇന്ത്യക്കാരും മലയാളികളും അവർക്കാണ് ഇത് നേരിട്ട് തന്നെ ബാധിക്കുകയാണ്. ഇന്ത്യയുടെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പ്രവാസി തൊഴിലാളികൾ, സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ, അവരെയാണ് ബാധിക്കുന്നത്. പിന്നെ നമുക്കറിയാം വിമാനക്കൂലികൾ അടക്കം കൂടുന്നു, വിമാനങ്ങൾ നിൽക്കുന്നു. ഇനി പ്രത്യേകിച്ച് നമുക്കറിയാം 90 കേന്ദ്രങ്ങളിൽ ഇറാനിന് 2 ദിവസമായി ഇറാനിലെ 90 കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ ഈ വെടിനിർത്തലിന് ശേഷം ജൂൺ 17 ഉണ്ടാക്കിയ ധാരണയ്ക്ക് ശേഷം ആണ് ഈ തിരിച്ച് പ്രത്യേകിച്ച് കുവൈറ്റിലും ബഹ്റൈനിലും ഇറാൻ നടത്തിയ ആക്രമണം. വലിയ നാശങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടില്ല, പക്ഷെ അവരെപ്പോഴും ആക്രമണം ഭയപ്പെട്ട് കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. നമുക്കറിയാം ചെറിയ രാജ്യങ്ങളാണ് കുവൈറ്റും ബഹ്റൈനും ഒക്കെ. അവിടെ ഈ അമേരിക്കയുടെ വലിയ തോതിലുള്ള സൈനിക സന്നാഹങ്ങള്, സൈനിക കേന്ദ്രങ്ങൾ അവിടെയുണ്ട്. അപ്പോ അവിടെ അത് വളരെ ഈ ഭവന മേഖലകളോടും ബിസിനസ് വ്യവസായ മേഖലകളോടും ചേർന്ന് തന്നെയാണ് പലയിടത്തും. ഞാൻ ഈ ബഹ്റൈനിലും കുവൈറ്റിലും ഒക്കെ പലതവണ പോയിട്ടുള്ളതുകൊണ്ട് എനിക്കത് പ്രത്യേകം മനസ്സിലാവും. അവർ വളരെ ആശങ്കയിലാണ്. കാര്യം നേരിട്ടൊരു പ്രതിസന്ധി ഇപ്പം വരുന്നില്ലായിരിക്കാം, പക്ഷെ ആശങ്ക എപ്പോഴാണ് എവിടെയാണ് മിസൈലും ഡ്രോണും പതിക്കുന്നത് എന്ന് പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം. കാരണം അമേരിക്കയെ നേരിട്ട് ആക്രമിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ ആക്രമണം മുഴുവൻ ഈ ഗൾഫിലെ രാജ്യങ്ങൾക്ക് നേരെ നേരിട്ട് തന്നെ ഇന്ത്യയും മലയാളികളെയും ബാധിക്കുകയാണ്. അങ്ങനെ 4 തരത്തില്, കാർഷിക മേഖലയില്, നമ്മുടെ വിലക്കയറ്റത്തിന്റെ മേഖലയില്, ഇന്ധനങ്ങളുടെ കാര്യത്തില്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തില് ഉൾപ്പെടെ, അത് നമ്മുടെ സാമ്പത്തിക വളർച്ചാ നിലക്കില്, നമ്മുടെ വിദേശ നാണ്യ വരുമാനത്തിന്റെ കാര്യത്തില്, നമ്മുടെ സ്ട്രാറ്റജിക് ഓട്ടോണമിയുടെ കാര്യത്തില് ഒക്കെ ജിയോ പൊളിറ്റിക്സ് അടക്കം വലിയ തോതിലുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് ഈ 2ാം വരവ്. കാരണം നമുക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല ശ്രീ ഡൊണാൾഡ് ട്രംപിന്റെ, അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്ത നടപടി എന്ത്, എപ്പോ ഇത് അവസാനിക്കുക, അദ്ദേഹത്തിന് എപ്പോ തോന്നുന്നു എന്ന് പോലും ആർക്കും പറയാൻ കഴിയാത്ത, അമേരിക്കക്കാർക്ക് പോലും പ്രവചിക്കാൻ കഴിയാത്ത, അതുകൊണ്ട് തന്നെ ആഗോള ഒരു 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 രാഷ്ട്രീയത്തെ വല്ലാതെ മാറ്റിമറിക്കുന്നതിൽ, അത് സാമ്പത്തികമടക്കം വ്യാപാര വാണിജ്യ ബന്ധങ്ങളിലടക്കം നമ്മൾ കണ്ടതാണ്. ഒരു കാലത്ത് ഇന്ത്യയെ വലിയ അടുത്ത് നിർത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ വലിയ നീക്കങ്ങളും ഉണ്ടായി. അപ്പൊ നമ്മൾ പാകിസ്ഥാനാണ് മധ്യസ്ഥതയിലേക്ക് വന്നത്. നമുക്കത് ഒക്കെ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അത്ര ഗുണകരമല്ല. എന്തായാലും ഈ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ന് ഈ ഗൾഫിലെ പുതിയ സംഘർഷങ്ങൾ, ഈ ഇറാനും എതിരെ അമേരിക്ക 2ാമത് തുടങ്ങിയിരിക്കുന്ന ഈ ആക്രമണം, 1 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടങ്ങിയിരിക്കുന്ന ഈ ആക്രമണം വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി നമ്മുടെ രാജ്യത്തും ആഗോളതലത്തിലും ഉണ്ടാവും, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ. ശ്രീ ജോർജ് കള്ളിവെൽ, ഞാൻ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. അതായത് നമുക്കറിയാം ഇന്ത്യ ഏത് യുദ്ധം വന്നാലും എവിടെ സംഘർഷം വന്നാലും ഒരു ചേരിചേരാ നയം സ്വീകരിക്കുന്ന രാജ്യമാണ്. അത് പണ്ട് മുതലാണെങ്കിലും ശരി, നമ്മൾ ചൈനയുമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നത്തിലായാലും ശരി, നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്തെങ്കിൽ, അതായത് നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ നമ്മുടെ പൗരന്മാരെ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലല്ല എങ്കിൽ നമ്മൾ യാതൊരു വിധത്തിലും അങ്ങോട്ടൊരു പ്രശ്നത്തിന് പോകാതെ ഒരു ചേരിയിലും ചേരാതെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇത് താങ്കൾ പറഞ്ഞതുപോലെ, അതുപോലെ ശ്രീ അഭിലാഷ് ജി രമേശ് അത് പറഞ്ഞ പോലെ ആണെങ്കിലും ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓരോ രാജ്യങ്ങളും ഈ യുദ്ധത്തിലേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളായാലും ശരി, വേറെ നിക്കക്കള്ളി ഇല്ലാതെ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ ഈ യുദ്ധത്തിലേക്ക് ഡ്രാഗ് ചെയ്യുന്നു. അതുപോലെ ഇന്ത്യ ആണെങ്കിൽ പോലും ഹോർമുസ് അടയ്ക്കപ്പെടുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ, ഇവിടുത്തെ ക്ഷാമം വരികയാണെങ്കിൽ, വിലക്കയറ്റം വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിനൊരു ബദൽ മാർഗം കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ എത്തുന്നു. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ
ഇന്ത്യ ഏത് പക്ഷത്ത് നിൽക്കാനാണ് ഒരു സാധ്യത? കാരണം നമുക്കറിയാം ഇറാനുമായിട്ട് വളരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. നമുക്ക് ചബഹാർ തുറമുഖം പോലുള്ള പല പദ്ധതികളും ഇറാനിൽ ഉണ്ടായിരുന്നു. അതുപോലെ അമേരിക്ക ആയിട്ടായാലും ശരി, ഇസ്രായേൽ ആയിട്ടായാലും ശരി, അമേരിക്കയായിട്ട് ഇടയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിരുന്നെങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ്. ഇസ്രായേലുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു രാജ്യമാണ്. ഗൾഫ് രാജ്യങ്ങളുമായിട്ടും വളരെ അടുത്തുള്ള ബന്ധമുള്ള ഒരു രാജ്യമാണ്. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ റഷ്യയായിട്ടും വളരെ അടുപ്പമുള്ള രാജ്യമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ നിലനിൽപ്പ് ഒരു പ്രശ്നമായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് പക്ഷത്ത് നിൽക്കാനാണ് സാധ്യത? ഇന്ത്യയുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിലപാട് എങ്ങനെയായിരിക്കാനാണ് സാധ്യത? ആഗോള നയതന്ത്ര തലത്തിൽ ഇന്ത്യ ഇപ്പൊ ചെകുത്താനും കടലിൽ നിന്ന് എടുക്കാണ്. ഒരുപക്ഷെ മതിലിച്ചിട്ട് തുപ്പാനും മേലെ, മതിലിച്ചിട്ട് ഇറക്കാനും മേലെ, കഴിച്ചിട്ട് തുപ്പാനും മേലെ എന്ന് പറഞ്ഞ അതീവ സങ്കീർണമായ ഒരു വളരെ വലിയ കുരുക്കിലാണ് പെട്ടിരിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഇപ്പൊ ഗൾഫിലുണ്ട്. അദ്ദേഹം ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. ഇന്നലെ ഖത്തറിലുണ്ടായിരുന്നു. ഇന്ന് ഖത്തറിലുണ്ടായിരുന്നു. അദ്ദേഹം അടക്കമുള്ളവർ അവിടെ നടത്തുന്ന ഒരു നീക്കങ്ങൾക്കിടയിൽ നമുക്കറിയാം, നമുക്ക് എല്ലാവരെയും ഒരുപോലെ നിലനിർത്തിയാലേ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അമേരിക്കയെ ഒരു പക്ഷത്ത് സ്നേഹിച്ച് നിർത്തുമ്പോൾ റഷ്യയെ പിണക്കാൻ പറ്റുന്നില്ല. റഷ്യയെ കൂടെ നിർത്തുമ്പോൾ അമേരിക്ക പിണങ്ങുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഗൾഫിൽ തന്നെ ഈ ഭിന്നതയുള്ള രാജ്യങ്ങളെ എല്ലാം ഒന്ന് വെച്ച് സൗദി അറേബ്യയും ഇറാനും അല്ലെങ്കിൽ UAE അടക്കമുള്ള രാജ്യങ്ങളെല്ലാം നമുക്ക് ഒരുപോലെ വേണ്ടപ്പെട്ടതാണ്. നമ്മളുമായി സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഉള്ള രാജ്യങ്ങളാണ് കൂടുതലും. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമുക്കറിയാവുന്നതുപോലെ ഇപ്പോ അദ്ദേഹം ഓസ്ട്രേലിയയിലുണ്ട്. മെൽബണിൽ നിന്ന് അദ്ദേഹം നാളെ അവിടെ ന്യൂസിലൻഡിലേക്ക് പോവുകയാണ്. അവിടെയൊക്കെ ഈ പ്രതിസന്ധി എല്ലാവരെയും ബാധിക്കുന്നത് കൊണ്ട്, പക്ഷെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അമേരിക്കയ്ക്കും ഇറാനും അല്ലെങ്കിൽ ഈ ഗൾഫിലെ രാജ്യങ്ങളും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങളുടെ നിലപാടുകളോട് വലിയ ഭിന്നിപ്പില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്ന അതിസങ്കീർണമായ, ഒരുപക്ഷെ നമുക്ക് മുമ്പ് ഒരിക്കലും നേരിടാൻ കഴിയാത്ത അത്രയും ഒരു പ്രശ്ന സങ്കീർണമായ ഒരു ഒരു സങ്കീർണമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് ഇന്ത്യൻ നയതന്ത്രം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഈ ഒരു പ്രശ്നം വഷളാകാതിരുന്നാൽ നമുക്ക് എങ്ങനെയും തലകുരി എടുക്കാൻ പറ്റും. ഒരു പക്ഷം ചേരാതെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ പോലെ നമ്മൾ ചേരാൻ നയമൊക്കെ പോയി. ഇപ്പൊ നമ്മൾ പക്ഷം ചേർന്നിട്ട് ഗുണം കിട്ടാതെ വരുന്നു. അമേരിക്കയുടെ പക്ഷത്തേക്ക് വല്ലാതെ ചാഞ്ഞപ്പോൾ നമുക്കറിയാം അത് ഗുണം ചെയ്തില്ല. ഇപ്പൊ റഷ്യയെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇന്ധനം അടക്കമുള്ള കാര്യങ്ങളിൽ, ക്രൂഡ് ഓയിൽ അടക്കമുള്ള കാര്യങ്ങളിൽ റഷ്യയും ഇറാനും അടക്കമുള്ള രാജ്യങ്ങളെ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നു. അതുപോലെ വലിയ ആരെയും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു ആഗോള സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ആഗോള ഭൗമരാഷ്ട്രീയത്തില് വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ മേഖലയിലെ യുദ്ധം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ മേഖലയിൽ നമുക്കറിയാം, നേരത്തെ പശ്ചിമേഷ്യയിൽ ഉണ്ടായ യുദ്ധം നമുക്കറിയാം, അതുണ്ടാക്കുന്ന പ്രശ്നം. പിന്നീട് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഇനിയും അവസാനിച്ചിട്ടില്ല. ഉക്രൈൻ തിരിച്ചും ഉക്രൈനിലേക്ക് റഷ്യയും എപ്പോഴും ആക്രമണം തുടർന്നു. ഇതൊക്കെ നമുക്ക് പ്രതിസന്ധിയാണ്. പക്ഷെ ഏറ്റവും നേരിട്ട് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ നടത്തുന്ന യുദ്ധം പോലെ തന്നെ നമ്മളെ ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേരണം എന്ന് ഞാൻ പറയില്ല. അങ്ങനെ ചേരാനുള്ള സാധ്യത ഞാൻ കാണുന്നുമില്ല. ഇന്ത്യയുടെ ഇതിനകത്ത് വളരെ സങ്കീർണമായ നൂൽപാലത്തിലൂടെ പോയി ഈ കൃത്യമായ എല്ലാവരെയും നമുക്ക് കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാനും, നമ്മൾ വലിയ ലോകത്തിന്റെ നായക സ്ഥാനത്തേക്ക് എത്തുമെന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിയെങ്കിലും അതൊന്നും ഉണ്ടാകുന്നില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയെ സൈഡ് ലൈൻ ചെയ്യുന്നതാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഘർഷത്തിൽ നമ്മൾ കാണുന്നത്. അതിനകത്ത് ഇന്ത്യക്കാണ് പാകിസ്ഥാനും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ നേടുന്നത്. നമുക്കറിയാം, അവിടെ തുർക്കിയിൽ കഴിഞ്ഞ ദിവസം തുർക്കിയിലെ അങ്കാറയിൽ വന്നിട്ടാണ് ഈ ഇറാനുമായിട്ടുള്ള സീസ് ഫയർ ഇവിടെ അവസാനിച്ചുവെന്ന് പ്രഖ്യാപിക്കുന്നത്. തൊട്ടടുത്ത് ഇറാനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ വന്നിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. ഇവിടെയൊക്കെ നമുക്ക് അമേരിക്കയെ പിണക്കാൻ മേല, റഷ്യയെ പിണക്കാൻ മേല, ഇറാനെ പിണക്കാൻ മേല, ഗൾഫിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെ ആരെയും പിണക്കാൻ മേല, റഷ്യയെ പിണക്കാൻ മേല. വലിയ ഒരു സങ്കീർണമായ സ്ഥിതിഗതികൾ കുറെ കൂടെ പഠിച്ച് സമയോചിതമായ അനുയോജ്യമായ തീരുമാനങ്ങളിലേക്ക് ഇന്ത്യ പോകുമെന്ന് തന്നെ കരുതാം. ഇന്ത്യയുടെ സാമ്പത്തിക, ഊർജ സുരക്ഷയും ഒക്കെ ഉറപ്പാക്കിക്കൊണ്ടാകണം ഈ തീരുമാനം എന്നതാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായിട്ടും. ഡോക്ടർ അഭിലാഷ് ജി രമേശ്, നമുക്കറിയാം ഈ യുദ്ധം തുടങ്ങിയ സമയം മുതൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ഇറാന്റെ ഒരു ബാക്കപ്പ്?
അതായത് അമേരിക്ക പോലൊരു വലിയൊരു ശക്തി, ലോകശക്തി ഇറാനെ കയറി അടിക്കാൻ തയ്യാറായിട്ടും ഇസ്രായേലും അമേരിക്കയും സംയുക്തമായിട്ട് അടിക്കാൻ തയ്യാറായിട്ടും എന്തുകൊണ്ടാണ്, എന്തിന്റെ ബലത്തിലായിരിക്കും ഇറാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും വീണ്ടും ഒരു ആക്രമണത്തിന് അല്ലെങ്കിൽ ഹോർമുസിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഇറാൻ മുന്നിട്ടിറങ്ങുന്നത്? നമുക്കറിയാം അമേരിക്ക ഈ ഗാർഗ് ദ്വീപ് അടക്കം പലതവണ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായതാണ്. ഈ തൊട്ടടുത്ത ദിവസം ഗാർഗ് ദ്വീപിലടക്കമാണ് 80ഓളം സ്ഥലങ്ങളിൽ തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണെങ്കിലും 90 സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇതുപോലെയുള്ള അടികളൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും അമേരിക്കയെ തൊട്ടടുത്തുള്ള കിടക്കുന്ന ഇറാഖ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇതിനു മുൻപ് നടത്തിയ പല നീക്കങ്ങളും അറിഞ്ഞിട്ടും ഇറാൻ എന്തിന്റെ ധൈര്യത്തിലായിരിക്കും ഇതുപോലൊരു നീക്കത്തിന് തയ്യാറാകുന്നത്? ഒരു തരത്തിലും ഒരു വഴങ്ങാത്ത ഒരു നിലപാടിലേക്ക് ഇറാൻ എത്തുന്നത് എന്തുകൊണ്ടായിരിക്കും? അവസാന മാർഗം എന്ന് പറയുന്ന രീതിയിലുള്ള ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങളെ വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ ടെൻഷൻ വർദ്ധിപ്പിക്കുകയോ വഴി കൂടുതൽ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഒരു സമാധാന കരാറിന്റെ ഭാഗത്തേക്ക് നേടിയെടുക്കുവാനുള്ള ഒരു ശ്രമം കൂടിയാണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. കാരണം ഇപ്പം ഇറാനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അവരെ സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കുകയാണ്. ഇറാന്റെ ഈ പറയുന്ന സംവിധാനങ്ങളൊന്നും അത്ര വലിയ കേമമായിട്ടുള്ള ഒന്നുമല്ല. ഇപ്പോഴുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോൺ അറ്റാക്ക് നമുക്ക് പലതരത്തിലും നിയന്ത്രിക്കാൻ പറ്റും, പക്ഷെ പരിപൂർണമായിട്ട് അവസാനിപ്പിക്കാൻ കഴിയാത്ത ഒന്നാണ്. അതൊരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. പിന്നെ ബാലിസ്റ്റിക് മിസൈൽസ് എന്ന് പറഞ്ഞാലും ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസ് ഒന്നുമല്ല ഇവയെല്ലാം പ്രാദേശിക തലത്തിൽ റേഞ്ചുള്ള ചില സ്പെസിഫിക് കേപ്പബിലിറ്റീസ് ഉള്ള മിസൈൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഇവയൊക്കെ കൊണ്ടുവന്ന മറ്റ് ചെറിയ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കിയിട്ടും അതുപോലെ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയൊക്കെ ചെയ്യുന്ന ഒരു ചെറുകിട സംഘർഷാവസ്ഥ. എന്നാൽ അമേരിക്ക തിരിച്ചു ചെയ്തത് നോക്കൂ. അമേരിക്ക പ്രതികരിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ സെൻകോമിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ പ്രകാരം 170 ലൊക്കേഷൻസിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചിലതാണ് ബന്ദർ അബ്ബാസ്, അതുപോലെ ചബാഹർ പോർട്ടിന് സമീപം, അതുപോലെ ജസ്ക്, കൊണാരക്, കുഷാക്, അതുപോലെ സിറിക് തുടങ്ങിയിട്ടുള്ള കോസ്റ്റൽ ഏരിയകളിലുള്ള ഇവരുടെ ഇൻസ്റ്റലേഷൻസിന് നേരെയും ഇവരുടെ ഡ്രോൺ കമാൻഡ് സെന്റേഴ്സിന് നേരെയും ഒക്കെയാണ്, അല്ലെങ്കിൽ ലോയിറ്ററിംഗ് മുനിഷൻ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങളെയാണ് ആക്രമിച്ചിരിക്കുന്നത്. അതായത് എവിടെ നിന്നാണ് ഹോർമുസിനെ ചുറ്റിപ്പറ്റിയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്ന അതിനുള്ള സോഴ്സ് ഉള്ളത്, ആ സോഴ്സുകളാണ് ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിനങ്ങളിൽ നമുക്ക് കാണേണ്ടത് എങ്ങനെ ഈ പറയുന്ന യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഒരു അപ്പർ എഡ്ജ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഇറാൻ ഇപ്പോൾ അവരുടെ കയ്യിലുള്ള ട്രംപ് കാർഡാണ് ഈ പറയുന്ന ഹോർമുസ് കടലിടുക്ക്. അതിനെ വളരെ വ്യാപകമായ രീതിയിൽ ഉപയോഗിച്ചത് അത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ സമാധാന കരാറിൽ അല്ലെങ്കിൽ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ അവർ ഉറച്ചു നിൽക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇറാൻ രക്ഷപ്പെട്ടു പോകാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഇനി അങ്ങനെയല്ല. കാരണം ട്രംപ് തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു, ദിസ് ഡീൽ ഇസ് ഓവർ. കാരണം മാക്സിമം കൊടുക്കാവുന്ന ലിവറേജിന് അങ്ങേ അറ്റമെത്തിയതിനു ശേഷം മാത്രമാണ് അത്തരത്തിലൊരു സംവിധാനം ഉണ്ടായത്. അതിനുശേഷം വളരെ ശക്തമായ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അത് 2-3 ബാലിസ്റ്റിക് മിസൈൽസോ കുറച്ച് ഡ്രോൺസോ അല്ല. കുവൈറ്റിലേക്ക് അയച്ചത് 10 ഡ്രോണും 3 ബാലിസ്റ്റിക് മിസൈൽ അല്ലെങ്കിൽ മീഡിയം ലെവൽ ബാലിസ്റ്റിക് മിസൈൽസും ആണെങ്കിൽ തിരിച്ച് അമേരിക്ക പ്രത്യാക്രമണം നടത്തിയിരിക്കുന്ന 170 ലൊക്കേഷനുകളാണ് അവസാനം. അപ്പോൾ അത്രയും വലിയ സ്കെയിലിലുള്ള ഒരു ആക്രമണം നിരന്തരം തുടരുകയാണെന്നുണ്ടെങ്കിൽ IRGCയുടെ ഈ പറയുന്ന അവശിഷ്ട ഘടകങ്ങളിൽ നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളും ഹോർമുസ് കടലിടുക്കിലുള്ള ഇവരുടെ തന്ത്രപരമായിട്ടുള്ള ഏരിയാസും പിടിച്ചെടുക്കുവാൻ കഴിയും. അതോടൊപ്പം തന്നെ എനിക്ക് നേരത്തെ പറഞ്ഞതിനോടൊരു കൂട്ടി യോജിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാൻ ഇപ്പം ഇന്ത്യയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി അതിന്റെ പരിപൂർണ അവസ്ഥയിലേക്ക് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഈ കാലയളവിലാണ്. അതായത് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പ്രത്യേക എന്താ പറയാ ഒരു സ്നേഹിതനോ ഒന്നും ആവാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. എന്നോട് എങ്ങനെയാണോ തിരിച്ചങ്ങോട്ടും അങ്ങനെ എന്ന് പറയുന്ന ഒരു സംവിധാനത്തേക്ക് നമ്മളെത്തി. അതുപോലെ തന്നെ പാകിസ്ഥാനും ടർക്കിയും ഒക്കെ വലിയ വലിയ ഇന്റർനാഷണൽ സിഗ്നിഫിക്കൻസ് ഇപ്പോൾ നേടിയെടുക്കുന്നു പറയാം. അപ്പോൾ അമേരിക്ക തന്നെ പറഞ്ഞു, ഈ പറയുന്ന ടർക്കി ആയാലും അല്ലെങ്കിൽ പാകിസ്ഥാൻ ആയാലും ഒക്കെ തന്നെ അവർക്കുള്ളത് ഒരു മെസ്സഞ്ചർ റോള് മാത്രമാണ്. ഭാരതത്തിന്റെ റോള് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഭാരതത്തിന്റെ റോൾ ഈ പറയുന്ന യുദ്ധത്തിന് സമാധാനത്തിലേക്ക് എത്തിക്കുവാനോ അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യുദ്ധത്തിന് ഒരു റാഷണൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കുവാനോ ഉള്ള ഒരു കേന്ദ്രമായിട്ട് വർത്തിക്കുന്ന ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും നമുക്ക് വരും കാലങ്ങളിൽ ഉണ്ടാവുക. അത്തരം കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. സോ ഇതാണ് ഇതിന്റെ ഒരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ ഇറാനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ ഈ പറയുന്ന ഹൈപ്പർ പ്രൊജക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇറാൻ ഒരു ലാർജ് സ്കെയിൽ ഒരു അറ്റാക്ക് നടത്താൻ സാധിക്കാത്തത്? അപ്പോൾ ഇവരുടെ കയ്യിലുള്ള ഈ പറയുന്ന ലാസ്റ്റ് ഓഫ് ദ ഫയർ വർക്ക്സ് അത് തന്ത്രപരമായിട്ട് ബുദ്ധിപൂർവമായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ട് ഈ ടെൻഷനെ വലുതാക്കുകയാണ്. ലോക രാജ്യങ്ങൾ ഇനി ആകെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ either by UN
ഓർ ബൈ കളക്റ്റീവ് കൺസോർഷ്യം. ഇതിൽ ഏതെങ്കിലും ഒന്നിലേക്ക് നമ്മൾ എത്തേണ്ട ഒരു അവസ്ഥ കൂടി വരികയാണ്. ഇല്ലാത്ത പക്ഷം എല്ലാ രാജ്യങ്ങളും അനുഭവിക്കാൻ പോകണം. ഒരു രാജ്യമല്ല, എല്ലാ രാജ്യങ്ങളും സഫർ ചെയ്യാൻ പോകുന്നു. ഗ്ലോബൽ എക്കോണമി തകരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയോ അല്ലെങ്കിൽ 1929 ഒരു ഡിപ്രഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിന്റെ റിക്കവറി വർഷങ്ങളെടുക്കും തിരിച്ചു വരാൻ, ഒരുപാട് വർഷങ്ങളെടുക്കും. അപ്പം അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കുവാനുള്ള അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. ബാക്കി പ്രിറ്റൻഷൻസ് ഒക്കെ മാറ്റി വെച്ചതിന് ശേഷം യാഥാർത്ഥ്യ ബോധത്തോടെ ഹോർമുസ് കടലിടുക്കിന്റെ ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻഡിപെൻഡൻസ് ഓർ റൈറ്റ് പാസേജ് ലോകരാജ്യങ്ങൾക്കുള്ള എല്ലാ ഈ പറയുന്ന മറീൻ വെസൽസിനും ഉറപ്പുവരുത്തുക എന്ന് പറയുന്ന അടിസ്ഥാന അവകാശത്തിലേക്ക് എത്തിച്ചേരണം. അതിലേക്കൊക്കെ ഉള്ള ചർച്ചകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും ഇപ്പൊ താങ്കൾ പറഞ്ഞു നിർത്തിയെടുത്തെന്ന് തന്നെ ചോദിക്കുകയാണ് എങ്കിൽ ഇറാൻ എന്തായാലും അത്തരം ഒരു നീക്കത്തിലേക്ക് എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇറാന്റെ ഇതുവരെയുള്ള പോക്ക് അനുസരിച്ചാണ് എങ്കിൽ ഇറാൻ അവിടെ ഒരു ഹോർമൂസിൽ ഒരു പണപ്പിരിവിനടക്കമുള്ള നീക്കങ്ങൾ നടത്തുന്നുവെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇറാൻ ഈ ഒരു ഹോർമൂസ് കടലിടുക്ക് ഇനി വീണ്ടും ഭാവിയിൽ ഒരു ആയുധമാക്കാനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ സമുദ്രപരിധിയിലുള്ളതാണ് എന്നുള്ളൊരു അവകാശവാദവുമായിട്ട് ഇറാൻ വരുന്നത്. അപ്പോൾ അതൊരു മുന്നോട്ടൊരു സ്റ്റെപ്പായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് ഇറാൻ വരുന്നത്. പക്ഷെ അവിടെ നമ്മൾ അമേരിക്കയുടെ നീക്കം ഈ ഒരു വിഷയത്തിൽ എങ്ങനെ ആയിരിക്കുമെന്നാണ് നമ്മൾ ഇപ്പോൾ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുന്നത്. കാരണം നമുക്കറിയാം അമേരിക്ക ഇപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇനി യാതൊരു വിധത്തിലുള്ള ചർച്ചയ്ക്കും അമേരിക്കയില്ല. ഇറാനുമായിട്ട് ചർച്ച നടത്തുകയാണെങ്കിൽ അത് സമയം പാഴാക്കൽ മാത്രമാണ്, ഇറാനുമായിട്ട് ചർച്ചയ്ക്ക് ഞങ്ങളില്ല എന്ന് അമേരിക്ക തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇറാനെ ഈ ഹോർമൂസിന്റെ ഒരു നിയന്ത്രണം ഏൽപ്പിക്കാൻ അമേരിക്ക തയ്യാറാകുന്നുമില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. അതായത് അമേരിക്ക എന്ത് നടപടിയായിരിക്കും ഈ ഒരു വിഷയത്തിൽ ഇനി എടുക്കാൻ പോകുന്നത്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ ഓരോ ദിവസവും ആക്രമിച്ച് തീർക്കുക എന്നുള്ളതും വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമുണ്ടാകും. അതുപോലെ ഒരുപാട് പേരുടെ ജീവന് ഉത്തരം പറയേണ്ടി വരും. ഒരു രാജ്യത്ത് അങ്ങനെ ഒരു സൈഡിൽ നിന്നും ആക്രമിച്ച് തീർക്കുക എന്ന് പറയുന്നത് ചെറിയ ഒരു കാര്യം അല്ല, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം ഈ ഇറാൻ എന്ന് പറയുന്നത് അതുപോലെ വിസ്തൃതിയുള്ള ഒരു രാജ്യം കൂടിയാണ്. ഇന്ത്യ പോലെ തന്നെ വളരെ വലിയൊരു രാജ്യം കൂടിയാണല്ലോ. അപ്പോൾ എന്ത് നീക്കമായിരിക്കും ഈ ഒരു വിഷയത്തിൽ, ചർച്ചകളല്ലാതെ മറ്റെന്ത് നീക്കമായിരിക്കും ഈ ഒരു വിഷയത്തിൽ അമേരിക്ക എടുക്കാൻ പോകും? കണ്ടിന്യൂഡ് അല്ലെങ്കിൽ സസ്റ്റെയിൻഡ് ആയിട്ടുള്ള അറ്റാക്സിലേക്ക് പോവുക, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ടുള്ള വലിയ ഇമ്പാക്ട് ഉള്ള ഒരു അറ്റാക്ക്. ഇതിൽ ഏതെങ്കിലും ഒരു റിട്ടാലിയേഷൻ മോഡലിലേട്ടായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ അമേരിക്കയുടെ അസസ്മെന്റ് ഈ വിഷയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് യുദ്ധവും അവസാനിക്കണമെന്നുണ്ടെങ്കിൽ പട്ടാളക്കാർ അല്ലെങ്കിൽ യോദ്ധാക്കൾ ഗ്രൗണ്ടിൽ ഇറങ്ങണം. ഗ്രൗണ്ടിൽ ഇറങ്ങി ഇൻസ്റ്റലേഷൻസിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം ഈ പറയുന്ന പോലെ നമ്മൾ സാന്ദർഭികമായിട്ട് പറയുകയാണെങ്കിൽ പതാക മാറ്റണം. പതാക മാറ്റുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ടെക്നിക്കലി നിങ്ങളുടെ ഒരു യുദ്ധം പൂർണ്ണമാകുള്ളൂ. അല്ലാത്ത പക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു റിമോട്ട്ലി ഡ്രിവൺ വാർഫെയർ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വാർഫെയർ കൊണ്ട് ഉണ്ടാകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ വിന്നർ എന്ന് പറയുന്നത് നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ. അത് ഈ പറയുന്ന പോലെ ഇവർക്ക് മുതലെടുക്കുകയും ചെയ്യാൻ കഴിയും. ഇവർക്ക് മുതലെടുക്കാൻ ചെയ്യുകയും കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. സോ ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. വരും ദിനങ്ങളിൽ അതുപോലെ തന്നെ ഇസ്രായേലിന്റെ നിലപാട് പ്രധാനമാണ്. കാരണം ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു മൾട്ടി പ്രോങ്ഡ് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ബഹുതലത്തിലുള്ള ഒരു പ്രത്യാക്രമണം അമേരിക്ക അവിടെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഇന്റലിജൻസും ലോജിസ്റ്റിക്സും കൃത്യമായിട്ട് നൽകിക്കൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഏകരാജ്യം ഇസ്രായേലാണ്. അപ്പൊ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കൂടി ഉണ്ടാവുന്ന സഹകരണം ഈ വിഷയത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. സോ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടത്. വോയിസ് ഡിസ്റ്റർബൻസ് വന്നു തുടർന്നുള്ളൂ. ഓക്കെ. സോ അപ്പം ഇങ്ങനെയുള്ള 2-3 മെട്രിക്സസ് കൂടി നമ്മൾ ഇതിനകത്ത് പരിഗണിക്കേണ്ടതുണ്ട്. അപ്പം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഇറാൻ എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞ പോലെ യുദ്ധത്തിനകത്ത് യുദ്ധങ്ങൾ പര്യവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാവണം. അതുപോലെ തന്നെ കൃത്യമായിട്ട് ലീഡർഷിപ്പുകൾ മാറണം, അല്ലെങ്കിൽ അവിടുത്തെ നിലവിലുള്ള ലീഡർഷിപ്പിന്റെ പരിപൂർണമായിട്ടുള്ള ചേഞ്ച് ഉണ്ടാവണം. അതിന് വേണ്ടുന്ന ഒരു പ്രതിപക്ഷം അവിടെ ഉണ്ടാവണം. ഇതൊന്നും തന്നെ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ എന്താ പറയുക, വയർ ഗൈഡഡ് ടെക്നോളജി വെച്ചിട്ടുള്ള ഈ ഒരു യുദ്ധം നടത്തി കഴിഞ്ഞാൽ അതിനൊരിക്കലും ഒരു റിയൽ വിന്നറിനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. ഇതൊക്കെയാണ് യുദ്ധത്തിന്റെ നമ്മൾ കൈനറ്റിക് വാർഫെയർ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. പക്ഷെ അമേരിക്കയിൽ ഇപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഏതെങ്കിലും ഒരു അമേരിക്കൻ ഭടന്റെ കൂടി എന്താ പറയാ ഭൗതിക ശരീരം അവരുടെ പതാകയിൽ പൊതിഞ്ഞ് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അതിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രത്യാഘാതം വളരെ രൂക്ഷമായിരിക്കും. അത് ട്രംപിനും അറിയാവുന്നതാണ്. സോ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇപ്പോഴും ഒരു റിമോട്ട് വാറായിട്ട് നീണ്ടുകൊണ്ടേയിരിക്കുന്നത്.
പക്ഷേ റിമോട്ട് വാറുകൾക്ക് ഒരിക്കലും പരിപൂർണ ഭരണമാറ്റം ഉറപ്പാക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇറാന്റെ പണ്ട് എക്സൈലിലായിരുന്ന റാസ ഷാ പെൽവി ഇപ്പോൾ വളരെയധികം നിശബ്ദനാണ്. അപ്പോൾ ഇറാനിലെ IRGCയുടെ സിസ്റ്റത്തിന് പകരം വെക്കാൻ ആര് എന്ന ചോദ്യത്തിന് ഒരു വയബിൾ ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് ഇല്ലാത്തതും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വളരെ വലിയൊരു വേഗത്തിലുള്ള ഒരു മൂവിന് തടയിടുന്നു. വാട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന സംവിധാനം. അപ്പോൾ ഇതിലൊക്കെ ഇപ്പൊ നോക്കേണ്ടത് ഇറാഖിന്റെ റോളുണ്ട്. ഇറാഖ് ഈ വിഷയത്തിൽ ഡിപ്ലോമസിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ടർക്കിയാണ് നമ്മൾ കാണുന്നതെങ്കിലും ഇറാനും ഇറാഖും തമ്മിലും ഇറാഖും അമേരിക്കയും തമ്മിലും കൂടെ തന്നെ ഒരു സൈഡ് ട്രാക്കിലുള്ള ഒരു ഡിപ്ലോമസിയുടെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു നയം കൂടി, ആ ഒരു ശ്രമത്തിന്റെ ഫലം കൂടി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനെ പരീക്ഷിച്ചു, പാകിസ്ഥാൻ പരാജയമാണ്. അത് കഴിഞ്ഞിട്ട് ടർക്കിയെ അവരെ പരീക്ഷിച്ചു, അവിടെയും വേണ്ടുന്ന റിസൾട്ട് ഒന്നും ലഭിക്കുന്നില്ല. സോ അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു തേർഡ് പാർട്ടി കൂടി ഇതിലേക്ക് വരികയാണ്. സോ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ ഏത് രീതിയിലാണ് ഇതിന്റെ ഒരു ടേൺ ഔട്ട് ഉണ്ടാവാൻ പോകുന്നത്. കാരണം 170 സൈറ്റിലെ ആക്രമണം, തീരദേശങ്ങളിലെ ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡാമേജ് അകത്തുണ്ടായിട്ടുണ്ട്. പിന്നെ ഇറാൻ എന്നുള്ള മീഡിയ നമുക്കറിയാം, പ്രത്യേകിച്ച് ഒന്നും തന്നെ നമുക്ക് പുറത്തേക്ക് വരില്ല, ഡോക്ടേർഡ് ആയിട്ടുള്ള മീഡിയ മാത്രമേ വരുള്ളൂ. പിന്നീട് IRGCക്ക് അകത്ത് തന്നെയുള്ള വിഭജനങ്ങളുണ്ട്. അതിൽ തന്നെ പീസിലേക്ക് അല്ലെങ്കിൽ നമ്മൾ നെഗോസിയേഷനിലേക്ക് പോകണമെന്ന് വാദിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതേസമയം ഹാർഡ് ലൈനിൽ തന്നെ നിൽക്കണമെന്ന് പറയുന്ന രണ്ടാമത്തെ ഖുദ്സ് ഫോഴ്സിന്റെ കമാൻഡറും IRGCയുടെ കമാൻഡറും അതിനുവേണ്ടി നിൽക്കുന്നു. എന്നാൽ പാർലമെന്ററി സ്പീക്കർ ആണെങ്കിൽ നേരെ തിരിച്ചാണ്. അപ്പം ഹൂ ഇസ് ദ റിയൽ അതോറിറ്റി എന്ന് മാത്രമേ നെഗോസിയേഷൻസിന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഇമ്പാക്ട് ഉണ്ടോ. അല്ലാത്ത പക്ഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പറയുന്നത് മറ്റൊരാൾ കേൾക്കില്ല, മറ്റൊരാൾ പറയുന്ന അടുത്തയാൾ കേൾക്കില്ല. ഇങ്ങനെ ഒരു ഡിസിപ്പേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് എന്താ പറയുക, ഒരു ടാക്ടിക്കൽ കോൺവെർസേഷന്റെ റിസൾട്ട് നമുക്ക് കിട്ടാത്തൊരു സിറ്റുവേഷൻ കൂടിയുണ്ട്. സോ അപ്പം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ സിസ്റ്റത്തിനകത്ത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ബ്രേക്ക് ത്രൂ ഇനി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ബോത്ത് കൺട്രീസ് വിൽ ഹാവ് ടു ഡിസൈഡ്. രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് തീരുമാനിക്കണം ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു നെഗോസിയേഷൻ പ്രോപ്പർ ആയിരിക്കും. അതാണ് വേണ്ടത്. അത്തരത്തിലൊരു സംവിധാനമാണ്. നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ, നമുക്കറിയാം ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന പ്രോക്സി ഗ്രൂപ്പുകൾ, അത് വലിയൊരു തലവേദന തന്നെയാണ്, ലോകത്തിനും മൊത്തം തലവേദനയാണ്. നമുക്കറിയാം ഹമാസിന്റെ സംഘാടകരാണെങ്കിൽ പോലും പാകിസ്ഥാനിൽ വന്നതും പാക് അധീന കാശ്മീരിൽ വന്നതും നമ്മൾ അറിഞ്ഞതാണ്. നമുക്ക് അതിന്റെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് ഇന്ത്യക്കും ഒരു തലവേദനയാണ്. അപ്പോൾ അങ്ങനെ അതുപോലെ ജർമ്മനിയിലായാലും ശരി, ലണ്ടനിലായാലും ശരി, ഹമാസിനായിട്ടുള്ള ബന്ധത്തിൽ പല ജൂത സ്ഥാപനങ്ങളും ആക്രമിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ ചെന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പ്രോക്സി ഗ്രൂപ്പുകളെ നിലയ്ക്ക് നിർത്തുവാൻ ഇറാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഇസ്രായേലിനത് നിലവിൽ ഇപ്പോൾ ഏറെക്കുറെയൊക്കെ സാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. നമുക്കറിയാം ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് ഹിസ്ബുള്ളയാണെങ്കിലും ശരി, ഒരു ഏകദേശം തീർന്ന ഒരു മട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുള്ളത്. അതുപോലെ ഹമാസിന്റെ ഒരു അവസ്ഥ നമുക്കറിയാം. പക്ഷേ ഇറാൻ വീണ്ടും തലപൊക്കുകയാണ്, ആക്രമണങ്ങൾ തുടരുകയാണ് എങ്കിൽ ഈ പ്രോക്സി ഗ്രൂപ്പുകളും തലപൊക്കാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നില്ലേ? അവർക്ക് വ്യക്തമായിട്ടുള്ള ഫണ്ടിങ് ലഭിക്കാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നില്ലേ? അതുപോലെ ഹൂതികൾ ഇപ്പോൾ ചെങ്കടലടക്കമുള്ള കപ്പലിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. അപ്പോൾ അതുപോലുള്ള ഒരു പ്രശ്നവും കൂടെ ഇതിന്റെ ഒപ്പം പൊങ്ങുവാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. 100% ശരിയാണ് അങ്ങ് പറഞ്ഞ കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമാസ് ഇപ്പോൾ ഗാസയ്ക്കകത്തുള്ള ഒരു പെർട്ടിക്കുലർ ബെൽറ്റിൽ മാത്രമായിട്ട് ഒതുക്കപ്പെട്ടിരിക്കുകയാണ്. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തി കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം ഹെസ്ബുള്ളയുടെ വിഷയത്തിൽ ഹെസ്ബുള്ളയെ സംബന്ധിച്ചുള്ള വിഷയത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഹെസ്ബുള്ളയ്ക്ക് നേരെ നോർത്തേൺ ലെബനനിലൊക്കെ വളരെ മാസീവ് ആയിട്ടുള്ള അറ്റാക്സ് നടത്തിക്കൊണ്ട് തന്നെ ഇസ്രായേൽ അസന്ധിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നിങ്ങൾ എന്ന് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ലെബനീസ് ഗവൺമെന്റ് ഫോഴ്സസ് അധികാരം അവിടെ ഏറ്റെടുക്കുമോ അപ്പോൾ മാത്രമേ ഞങ്ങൾ ഈ ആക്രമണത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്ന് അസന്ധിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നീടുള്ളത് ഇപ്പോൾ ജൂതർക്കെതിരെയൊക്കെ തന്നെ ലോകത്ത് പല ഭാഗത്തും ഇത്തരത്തിലുള്ള ആക്രമണം നടക്കുന്നുണ്ട്. അത് ലോകത്തിന്റെ കളക്റ്റീവായിട്ടുള്ള എഫേർട്ടാണ് അവിടെ വേണ്ടത്. പക്ഷേ ഇസ്രായേൽ ഉള്ളിടത്തോളം കാലം ഈ ഹൂത്തികളായാലും അല്ലെങ്കിൽ ഹമാസ് ആയാലും ഹെസ്ബുള്ള ആയാലും ഇവർക്ക് അവരുദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ, അതായത് വൈപ്പിംഗ് ഔട്ട് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഐഡിയയിലേക്ക് എത്താൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, ഇറാനിന് ഈ ഒരുപക്ഷെ ഒരു $300 ബില്യൺ ഒരു പാക്കേജ് ഉണ്ടായിരുന്നല്ലോ. ഈ പാക്കേജ് നൽകിയിരുന്നെങ്കിൽ ഉണ്ടാവാവുന്ന പ്രത്യാഘാതം വളരെ രൂക്ഷമായ തന്നെ. സോ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഉറപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പ്രോക്സീസിനെ ഇനി വളരാൻ സമ്മതിക്കില്ല. ഓരോ ഇസ്രായേലി പൗരനും
ഇസ്രായേലി സ്റ്റേറ്റ് ആണ് എന്ന നിലപാടിലേക്കാണ് അവരുടെ ഡോക്ട്രിൻ പോയിരിക്കുന്നത്. അത് ഈ യുദ്ധം ഉണ്ടായാലും, അതായത് പ്രധാനമന്ത്രി നെതന്യാഹു തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം എന്ന് തീരുന്നു അന്ന് വരെ ആയിരിക്കും ഈ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക. അതിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഞങ്ങൾക്കൊരു വിഷയമേ അല്ല. വി വിൽ കണ്ടിന്യൂ അറ്റാക്കിംഗ് ടിൽ എവറി സിംഗിൾ വൺ ഓഫ് ദീസ് ഫോഴ്സസ് ഹു ആർ ആന്റി ഇസ്രായേലി വിൽ ഫോൾ ഡൗൺ. അത്ര ക്ലിയർ ആയിട്ട് അത്, അല്ലെങ്കിൽ അത്ര കൃത്യമായിട്ട് അവർ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏത് തരത്തിലുള്ള യുദ്ധം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സമാധാനം ഉണ്ടായാലും, ഇപ്പൊ ഇറാൻ ഇതിനെ വീണ്ടും പ്രോക്സീസിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും ഇസ്രായേൽ വിൽ ഫൈറ്റ് ബാക്ക്. പിന്നെ അതുപോലെ തന്നെ ഈ ഫിനാൻഷ്യൽ നെറ്റ്വർക്സിനെ തകർക്കേണ്ടത് മാനവരാശിയുടെ തന്നെ ആവശ്യമാണ്. കാരണം ടെററിസം ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രം ലൊക്കേറ്റഡ് അല്ല, എല്ലാ ഭാഗങ്ങളിലും വ്യാപരിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒന്നാണ്. അതിനെ തകർക്കുക എന്ന് പറയുന്നത് ഓരോ രാജ്യത്തിന്റെയും അവരുടെ സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും എക്കണോമിക് പ്രോസ്പെറിറ്റിക്കും കൂടെ ആവശ്യമായിട്ടുള്ള ഒന്നാണ്. സോ ഇറ്റ് റിമെയിൻസ് ടു ബി സീൻ. അതായത് ഇറാൻ ഇനി അങ്ങനെ ഒന്ന് ഉയർത്തെഴുന്നേറ്റ് വരാൻ ശ്രമിച്ചാൽ പോലും ഈ പറയുന്ന ഹൂത്തീസിനെയും അല്ലെങ്കിൽ മറ്റ് പ്രോക്സി ഗ്രൂപ്പ്സിനെയും തകർക്കുക എന്ന് പറയുന്ന ഇസ്രയേലിന്റെ നാഷണൽ സെക്യൂരിറ്റി പോളിസിയുടെ ഭാഗമാണ്. അത് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ളത് കൃത്യമാണ്. ശ്രീ ജോർജ് കള്ളിവേലി, നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയതുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഹമാസ് ഒരു നേതൃമാറ്റത്തിന് തയ്യാറാകുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിരുന്നു. അതായത് ഗാസയിൽ ഹമാസ് ഒരു നേതൃമാറ്റത്തിന് തയ്യാറാകുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ പുതിയ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്, ഹോർമൂസിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഒക്കെ. അപ്പോഴും ഇസ്രായേൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഹമാസ് നേതൃമാറ്റം തയ്യാറായിട്ടുണ്ട് എങ്കിൽ പോലും അത് ഈ വീണ്ടും ആയുധ പരിശീലനങ്ങൾക്കും റിക്രൂട്ട്മെന്റിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഹമാസ് എടുക്കുന്ന ഒരു ബ്രേക്ക് മാത്രമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഹമാസ് ആയുധവുമായിട്ട് ഈ ഗാസ സ്ട്രിപ്പിലുള്ള അത്രയും കാലം അവിടെ സമാധാനം ഉണ്ടാവുകയില്ല. പൂർണ്ണമായിട്ടും ഹമാസിനെ നിരായുധീകരിക്കാതെ ഒരു വിധത്തിലും പിന്നോട്ടില്ല എന്നുള്ളൊരു നിലപാടിലാണ് ഇസ്രായേൽ ഉള്ളത്. അപ്പോൾ അതിൽ എത്രത്തോളം ഒരു പ്രതീക്ഷയുണ്ട്? അതായത് ഈ ഹമാസിന്റെ നേതൃമാറ്റം അല്ലെങ്കിൽ ആ ഗാസയുടെ ഒരു നേതൃത്വത്തിൽ നിന്ന് ഹമാസിന്റെ ഒരു പിന്മാറ്റത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ കാണുന്നുണ്ടോ? ഇനി അവിടെ ഒരു പ്രശ്നം ഒരു പരിഹാരത്തിനായിട്ട് ഇപ്പോൾ വെസ്റ്റ് ബാങ്ക് പോലെ ഒരു പരിഹാര സംവിധാനത്തിനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ടോ? താങ്കളുടെ വോയിസ് മ്യൂട്ടാണോ എന്നൊരു സംശയമുണ്ട്. പൂർണ്ണമായും ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം ആഗോളതലത്തിലെ ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി ലോകരാജ്യങ്ങൾ നിൽക്കാത്തിടത്തോളം കാലം അത് സംഭവിക്കില്ല. ഇപ്പോ പലപ്പോഴും നമുക്കറിയാം, ഒളിഞ്ഞും തെളിഞ്ഞും ഈ ഹമാസ് ആയാലും ഹൂത്തീസ് ആയാലും അവർക്കൊക്കെ എതിരെ അനുകൂലമായി ഇറാന്റെ മാത്രമല്ല മറ്റു പലരും അവര് പിന്തുണ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ 2023 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണവും അതിന്റെ പേരിൽ ഇസ്രായേൽ നടത്തിയ ഭീകരമായ തിരിച്ചടികളും ഒക്കെ ഈ ആഗോള ക്രമത്തെ തന്നെ മാറ്റിമറിച്ചു. എന്നിട്ട് പോലും ഇപ്പോഴും പൂർണ്ണമായി ആ ഗാസ സ്ട്രിപ്പില് ഹമാസും ഒക്കെ പൂർണ്ണമായി ഇല്ലാതായി എന്ന് പറയാം. നമുക്കറിയാം, ഹമാസ് എന്ന് പറയുന്നത് പലസ്തീനിലെ സുന്നി ഇസ്ലാമിക് മിലിറ്റന്റ് ഒരു ഭീകര രാഷ്ട്രീയ സംഘടന എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഗാസ സ്ട്രിപ്പിൽ നിൽക്കുന്ന ഒരു സാധനം. അതേസമയം നമ്മൾ ഇവിടെയൊക്കെ ഈ ഒരു തരത്തില് ഇവരൊക്കെ തമ്മിൽ ഐഡിയോളജിയിലും ഒറിജിനിലും ഒക്കെ വ്യത്യാസമുണ്ടെങ്കിലും ഈ ഹൂത്തീസ് നമുക്കറിയാം യമനിലെ നോർത്തേൺ യമനിലാണ് പ്രധാനമായിട്ടും അത് അവര് തുടങ്ങിയത്. അത് ഇവർ ഈ ഷിയ മിലിറ്റന്റ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഇവര് യമനി ഗവൺമെന്റിനെ പോലും ഒരു പരിധിവരെ പിടിച്ചെടുത്തുകൊണ്ടാണ് നിന്നത്. അപ്പൊ ഇതൊക്കെ ഒരു നമ്മുടെ ഈ മേഖലയിൽ ഉണ്ടാക്കുന്ന ഈ ഇത്തരം ശക്തികളെ, അതായത് അവരുടെ നിലനിൽപ്പ് തന്നെ ഭീകരതയിലാണ്. അവിടെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ ഭീകരതകൾ നമ്മൾ കണ്ടു. അതിനൊക്കെ എന്തുകൊണ്ടാണ് ഇതൊക്കെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ കഴിയാത്തതെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഇവർക്കൊക്കെ രഹസ്യമായ പിന്തുണയും സാമ്പത്തിക സഹായവും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ തന്നെ ചിലര്, സൗദി അറേബ്യ അടക്കമുള്ളവർ രഹസ്യമായി ചിലരെയൊക്കെ സഹായിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ ഇത് ലോകത്തിലെല്ലായിടത്തും ഇരട്ടത്താപ്പുകളാണ്. അമേരിക്ക പോലും ഇരട്ടത്താപ്പാണ്. ഇന്ത്യക്കെതിരെ ഭീകരാക്രമണം നടത്തുന്ന പാകിസ്ഥാനിൽ കേന്ദ്രമായിട്ടുള്ള പ്രധാന ഭീകര സംഘടനകളെ അപ്പാടെ തള്ളിക്കളയാനും അപ്പാടെ അവരെ ഇല്ലായ്മ ചെയ്യാനും അമേരിക്ക ഇന്ത്യയോടൊപ്പം നിൽക്കുന്നില്ല. നമുക്കറിയാം, അവിടെ അപ്പൊ പാകിസ്ഥാന്റെ പക്ഷം ചേരുകയാണ്. അവിടെയാണ് ഞാൻ അഭിലാഷ് പറഞ്ഞതിനോടൊക്കെ വലിയ യോജിക്കാത്ത. കാരണം ഇന്ത്യ പലപ്പോഴും ഒരു പോസ്റ്റ്മാന്റെ റോളല്ല, ആ പോസ്റ്റ്മാന്റെ റോള് പോലും ഇല്ലാതെ ഇന്ത്യ ഇന്ന് വളരെ ദയനീയമായ ഒരു സ്ഥിതിയിലേക്കാണ് മാറിയിരിക്കുന്നത്. ഇന്ത്യയുടെ ആഗോളതലത്തിലുള്ള ഇത്തരം നിലപാടുകളിലൊക്കെ ഇന്ത്യക്ക്
അർഹമായ ഒരു അംഗീകാരം, അതായത് ലോകത്തിലെ തന്നെ വലിയൊരു സാമ്പത്തിക ശക്തിയും വലിയൊരു ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യവും ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ഒക്കെയായി ഇന്ത്യക്ക് പിന്നെ സ്ട്രാറ്റജിക്കായി ഇന്ത്യയുടെ ഒരു പൊസിഷനിങ്ങും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നിട്ട് പോലും അതിനനുസരിച്ചുള്ള ഒരു പ്രാധാന്യമൊന്നും കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, അമേരിക്കയൊക്കെ ചവിട്ടേണ്ടപ്പോൾ ചവിട്ടുകയും കെട്ടിപ്പിടിക്കേണ്ടപ്പോൾ കെട്ടിപ്പിടിക്കുകയും ചെയ്ത് മാറി മാറി അത് ഒരു മര്യാദകളുമില്ലാതെ ഈ ഇന്ത്യയോടുള്ള സമീപനമൊക്കെ സ്വീകരിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടു. അപ്പൊ അതൊക്കെ നമുക്കത്ര ഗുണകരമല്ല. പക്ഷേ കാര്യം സൂചിപ്പിച്ചോട്ടെ, ഇപ്പൊ ലാസ്റ്റ് അവസാനം നടന്ന ഒരു സംഭവം നമുക്കറിയാം, ഈ റഷ്യയുമായിട്ടുള്ള എണ്ണക്കച്ചവടമായാലും ശരി, അതിലൊക്കെ ഇന്ത്യക്കെതിരെ അമേരിക്ക നിലപാടെടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിലൊക്കെ പക്ഷേ അമേരിക്കയ്ക്ക് വഴങ്ങാത്ത രീതിയിൽ ഇന്ത്യ ഫൈറ്റ് ചെയ്ത് നിന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അതിനോട് യോജിക്കൂ? പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയില്ല. കാരണം നമുക്കറിയാമല്ലോ, അമേരിക്ക റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി പാടില്ല എന്ന് പറഞ്ഞ് അത് നമ്മുടെ ഇറക്കുമതി നിന്നു. അതൊക്കെ രഹസ്യമൊന്നുമല്ല. അത് ഇന്ത്യക്ക് പോലും നിഷേധിക്കാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് നമുക്കറിയാം, ഇത് തുറന്നു കൊടുത്ത സമയത്ത് അമേരിക്ക അനുവദിച്ചപ്പോൾ മാത്രമാണ് ഇന്ത്യയുടെ ഏത് രാജ്യത്തുനിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യണമെന്ന് മറ്റൊരു രാജ്യം ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്കൊന്നും ഒരു കാലത്തും ഇന്ത്യ പോയിട്ടില്ല. ഒരു കാലത്തും അത്രയ്ക്ക് ദയനീയ സ്ഥിതിയിലേക്ക് പലപ്പോഴും ഇന്ത്യയുടെ ആരുടെ നിന്ന് മേടിക്കണം, എവിടെ നിന്ന് മേടിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ അമേരിക്ക പ്രഖ്യാപിക്കുകയാണ്, പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. അത് തള്ളിപ്പറയാൻ കഴിയില്ല. ഇന്നും നമ്മുടെ ട്രംപ് അവകാശപ്പെട്ടു, അദ്ദേഹത്തിന് നൊബേൽ സമ്മാനത്തിന് അവകാശമുണ്ട്, അദ്ദേഹമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത്. ഇന്ന് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ഇന്ത്യ പലപ്പോഴും ഇന്ത്യയുടെ പൊസിഷൻ പറയുന്നതല്ലാതെ ഈ ട്രംപിന്റെ പ്രസ്താവനകൾ തെറ്റാണെന്ന് പരസ്യമായി തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല ഇതുവരെ. നമുക്കറിയാം, അവിടെയൊക്കെ ഒരു ഉരുണ്ട് കളിക്കേണ്ടി വരുന്നു. കാരണം ഇവരുടെ ഇടപെടലോ, അമേരിക്കയാണ് ആദ്യം പ്രഖ്യാപിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിക്കുന്നു എന്ന്. അതിന് തൊട്ട് പിന്നാലെ അമേരിക്ക പറഞ്ഞതുപോലെ നമ്മൾ അവസാനിപ്പിച്ചു. ആദ്യം നമ്മൾ പറഞ്ഞു നമുക്ക് നഷ്ടങ്ങളൊന്നുമില്ല, ആരും മരിച്ചിട്ടില്ലെന്ന് വരെ പറയേണ്ടി വന്നു പാർലമെന്റിൽ. ഞാൻ ആ പാർലമെന്റിൽ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് നമുക്കറിയാം, ഇപ്പൊ അത് അവകാശ ലംഘന നോട്ടീസ് 6 പേരുടെ 1 വർഷത്തിന് ശേഷമാണ് അത് പുറത്തുവിടുന്നത്. അത് ഇവർക്ക് വേണ്ടി സ്മാരകം നിർമ്മിച്ചപ്പോൾ മാത്രമാണ് സൈന്യം പോലും ആ വിവരം പുറത്തുവിടുന്നത്. അതുവരെ ഇത് രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. 6 സൈനികരെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ട വിവരം, ഇന്ത്യയുടെ റഫാൽ അടക്കമുള്ള വിമാനങ്ങൾ നഷ്ടപ്പെട്ട വിവരം, അത് ഇന്ത്യൻ മണ്ണിലാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാം. പക്ഷേ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു. അത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ വൻ വിജയമായപ്പോൾ പോലും, ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിന് മുന്നിലുള്ള ഇന്ത്യയുടെ വലിയൊരു മുന്നറിയിപ്പായപ്പോൾ പോലും ഇന്ത്യക്ക് വേണ്ടത്ര മുന്നൊരുക്കങ്ങളും ഇല്ലാതെ പോയത് കൊണ്ടും ആഗോളതലത്തിലെ ഒരു രാജ്യം പോലും ഇന്ത്യയെ പിന്തുണയ്ക്കാൻ വരാതിരുന്നതും, ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ പിന്തുണച്ച് നമുക്കറിയാം അത് വലിയൊരു ക്ഷീണമാണ് ഉണ്ടായത്. നമ്മൾ ലോകത്തേക്കൊക്കെ നമ്മുടെ സംഘങ്ങളെ വിട്ടു, മന്ത്രിമാരും MP-മാരും അടക്കം. എന്നിട്ട് പോലും അവരാരും പരസ്യമായി ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ ഇന്ത്യയുടെ നടപടികളെയും പിന്തുണയ്ക്കുകയും പാകിസ്ഥാനിലെ ഭീകരതയ്ക്കെതിരെ പരസ്യ നിലപാടെടുക്കുകയും ചെയ്തത് വളരെ വളരെ വിരളമായി. അത് നമുക്ക് ഗുണകരമായിരുന്നില്ല. അതൊക്കെ അങ്ങനെ ആയിരുന്നില്ല ഇന്ത്യയുടെ സ്ഥിതി. അപ്പൊ ഇതൊക്കെ ഞാനതിനകത്ത് രാഷ്ട്രീയം പറയുമല്ല. ഇവിടെ നമ്മൾ വസ്തുതകൾ അംഗീകരിച്ചേ പറ്റൂ. ഇപ്പൊ ഈ പ്രതിസന്ധിയിലും നമുക്കറിയാം, ഈ ഹൂത്തീസ് ആയാലും ഹമാസ് ആയാലും ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഹിസ്ബുള്ളയാണ്. അവർക്കുള്ള സാമ്പത്തികം കൊടുക്കുന്നത്, ഇന്റലിജൻസ് കൊടുക്കുന്നത്, വെപ്പൺസ് സപ്ലൈ ചെയ്യുന്നത് ഒക്കെ, അത് മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വെപ്പൺ കിട്ടാതൊന്നും, ആയുധങ്ങൾ കിട്ടാതെ ഇവർ ആക്രമിക്കാൻ. ഇപ്പം തന്നെ ഈ റഷ്യ, ഇപ്പോ അഭിലാഷ് പറഞ്ഞ ഒരു കാര്യം, അവിടെ ബാലിസ്റ്റിക് മിസൈലുകളൊന്നും അല്ല. ഇന്ന് ജോർദാനിലേക്ക് ഇറാൻ അയച്ചത് 10 ബാലിസ്റ്റിക് മിസൈലാണ്. 8 ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്ത വിവരം ജോർദാൻ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അപ്പൊ 2 എണ്ണത്തിന്റെ കാര്യം ഇവർ 10 അവകാശപ്പെട്ടത്, 8 ഞങ്ങൾക്ക് നേരെ വന്നുവെന്നും അത് ഞങ്ങൾ തകർത്തുവെന്നും ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പും നമുക്കറിയാം, വലിയ തോതിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മിസൈൽ ശേഖരമുള്ള ഒരു രാജ്യമാണ്. അത് ഒത്തിരിയേറെ അമേരിക്ക തകർത്തു. പക്ഷെ എന്നിട്ട് പോലും ഈ വലിയ തോതിലുള്ള 281 മിസൈലുകളാണ് ജോർദാന്റെ അതിർത്തിക്കകത്തോട്ട് മാത്രം കഴിഞ്ഞ ഏപ്രിലിന് ശേഷം, ഫെബ്രുവരി 28 ശേഷം, യുദ്ധം തുടങ്ങിയ ശേഷം ഇറാൻ അയച്ചത്. അത് അവിടുത്തെ ഇത് ജോർദാനിലെ രാജ കുടുംബത്തിന്റെ, കിങ്ഡത്തിന്റെ തന്നെ പ്രസ്താവന. അവിടെയൊക്കെ നമുക്കറിയാം 30 പേർക്ക് അവിടെ പരിക്കേറ്റിട്ടുണ്ട് ഈ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളിൽ. മിസൈലുകൾ തന്നെ അവർ വിടുന്നുണ്ട്. ഇപ്പോഴും അവർക്ക് മിസൈൽ ശേഖരങ്ങളുണ്ട്. അത് നമ്മൾ തള്ളിക്കളയരുത്. അപ്പോ ഇവിടെ നമുക്കറിയാം, ഈ 3 കപ്പലുകൾക്ക് നേരെ ആണ് ഹോർമൂസ് കടലിടുക്കില്
ഇറാൻ ആക്രമണം നടത്തി. അതിനെ തുടർന്നാണ് ഇപ്പൊ അമേരിക്ക വീണ്ടും യുദ്ധം തുടങ്ങിയതെന്നാണ് പറയുന്നത്. അപ്പം ഇറാന് ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണമാണ് ഇറാന്റെ ഒരു തുരുപ്പ് ചീട്ട് എന്ന് പറയുന്നത്. ആ തുരുപ്പ് ചീട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഏതറ്റവർക്ക് അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഇനി അവർക്ക് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളമാണ്, അമേരിക്കയാണ് ഊരാക്കുടുക്കിലായിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. കാരണം ഇത്രയേറെ അകലെ വന്നു, എത്ര ബില്യൺ ഡോളറുകളാണ് ചെലവഴിക്കുന്നത്. അതിനെതിരെ അമേരിക്കയിലും വിലക്കയറ്റം വലിയൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. അവിടെയും ജനങ്ങൾ പ്രശ്നമായിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്ഥിരതയില്ലാത്ത പ്രഖ്യാപനങ്ങളും ഒരാളെ ചീത്ത വിളിക്കുന്ന പിറ്റേ ദിവസം അവരെ കെട്ടിപ്പിടിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇറാനെതിരെ ഇറാനെ ഭീഷണിപ്പെടുത്തുന്നു, ഇല്ലാതാക്കുമെന്ന് പറയുന്നു. ഫെബ്രുവരി 28 മുതൽ യുദ്ധം നടത്തിയിട്ട് അദ്ദേഹത്തിന് ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അലി ഖുമൈനിയുടെ സംസ്കാരത്തിന്റെ അവസാന ദിവസമായിരുന്നു. അവിടെ എത്രയോ വലിയ ജനാവലിയെ അവര് സംഘടിപ്പിച്ച് അവിടുത്തെ ജനാവലി ഒഴുകിയെത്തുന്ന നമ്മള് ലോകമൊട്ടുക്ക് കണ്ടു. അപ്പോ അത് അവിടെ അതൊക്കെ നടത്തുന്നുണ്ട്. ഇറാന്റെ ഭരണകൂടത്തെ തെറിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇറാനെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന ട്രംപിന്റെ ഇസ്രായേലിന്റെ ഒക്കെ ഭീഷണികളെ അവര് ചെറുത്തു നിൽക്കുന്നു എന്നത്, ഇപ്പൊ പോലും ചെറുത്തു നിൽക്കുന്നു. പ്രത്യാക്രമണങ്ങൾ അല്പതോതിലെങ്കിലും നടത്താൻ കഴിയുന്നു എന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആയുധങ്ങളും സൈനിക ശേഷി കൊണ്ടും സാമ്പത്തിക ശേഷി കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും ഒക്കെ നിയന്ത്രിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഈ രണ്ട് രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോഴും ആ ഇറാനിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ നമുക്കറിയാം, ലോക സമാധാനത്തിന് ഈ യുദ്ധം നല്ലതല്ല. അപ്പോ ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള ശ്രമങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അതിനുവേണ്ടി പ്രത്യാശിക്കാമെന്ന് മാത്രമേ ഇപ്പൊ പറയാൻ കഴിയൂ. ഇതൊരു വലിയ സങ്കീർണമായ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ നാനാ തലത്തിൽ ഇന്ത്യയെ അടക്കമുള്ള ലോകരാജ്യങ്ങളെ ബാധിച്ചു കഴിഞ്ഞു. അത് രാഷ്ട്രീയമായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, അത് ഇന്ധനക്ഷമതയായിക്കോട്ടെ, അത് നമ്മുടെ ഫോറിൻ റെമിറ്റൻസ് ആയിക്കോട്ടെ, നമ്മുടെ ഗൾഫിൽ ജോലി ചെയ്യുന്നവരുടെ കാര്യമായിക്കോട്ടെ, നമ്മുടെ ഇങ്ങോട്ടുള്ള പണമായിക്കോട്ടെ, അത് നമ്മുടെ വിലക്കയറ്റമായിക്കോട്ടെ, നാലാ തരത്തിൽ ഇത് ബാധിച്ചു കഴിഞ്ഞു. ഇനി അത് യുദ്ധം നീണ്ടാൽ അത് വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷം ഈ മേഖലയിലും ലോകത്തിലും ആകെ ഉണ്ടാക്കും എന്നതാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായിട്ടും വളരെ സത്യമാണ്. എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞത് ജോർദാനെ പറ്റിയിട്ടല്ല, ഞാൻ പറഞ്ഞത് കുവൈറ്റിനെ പറ്റിയിട്ടാണ്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഫോറിൻ പോളിസി തകർന്ന് തരിപ്പണമായി എന്ന് പറയുന്ന ഒരു വാദമാണ് ഒരു ഭാഗത്തുണ്ട്. പക്ഷേ ഈ പറയുന്ന ട്രംപ് പറയുന്ന ചില കാര്യങ്ങൾ കേട്ടിട്ട് നിൽക്കുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. ഒരു കാലത്ത് ട്രംപ് ഈ പറഞ്ഞ പോലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയ ട്രംപ് ആണെന്നൊരു അവസ്ഥ ജൽപ്പനം അദ്ദേഹം നടത്തി. പക്ഷെ ഇന്ത്യ അതിന് പുല്ല് വിലവലും കൊടുത്തിട്ടില്ല. അത് രണ്ടാമത്തെ കാര്യം. പിന്നീട് ഈ പറയുന്ന ട്രംപ് തന്നെ പലതവണ അമേരിക്ക ഇന്ത്യ എന്ന് പറയുന്ന ഞങ്ങൾ ഒഴിവാക്കാനാവാത്ത ശക്തിയാണ്, ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ത്യ ഡിഡ് നോട്ട് ബോദർ. അതേ സമയത്ത് ഇന്ത്യ 3 പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര കരാറുകളിൽ, ബയലാറ്ററൽ ട്രീറ്റുകളിൽ ഒപ്പുവെച്ചുകൊണ്ട് സശക്തം മുന്നേറുകയാണ്. പിന്നീട് ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും സ്ട്രാറ്റജിക് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിപ്പോൾ പാർലമെന്റിൽ നിന്നല്ല വേറെ എവിടെയാണെങ്കിലും പറയുന്ന കാര്യത്തിൽ ചില തന്ത്രപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നീട് നമ്മളിപ്പോ പറഞ്ഞു, ഇന്ത്യൻ പാർലമെന്റിലെ ഇന്ത്യ കുറച്ച് നാൾ മുമ്പുള്ള വേറൊരു ഗവൺമെന്റിനകത്ത് സംഭവിച്ചത് എന്താണ്? 26/11 നടന്ന സമയത്ത് ആക്രമിക്കാൻ പോയപ്പോൾ അമേരിക്ക പറഞ്ഞു ഞങ്ങൾ പിന്മാറി എന്ന് പറയും. പക്ഷേ ഇന്ത്യ ചെയ്തില്ലേ? ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നൂർഖാനിലുള്ള ന്യൂക്ലിയർ ഫെസിലിറ്റീസിൽ വരെ ആക്രമണം നടത്തിയത് കൊണ്ടാണ് അമേരിക്കയ്ക്ക് ഹാലിളകിയതെന്ന്. സോ ഭാരതത്തിന്റെ ഫോറിൻ പോളിസിയെ ഏതെങ്കിലും മുൻകാലത്തുള്ള ചില സംവിധാനങ്ങളുമായിട്ട് കൂട്ടിക്കെട്ടി വെച്ച് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഇന്ത്യ എല്ലാ രംഗത്തും, വിദേശ രംഗത്ത് വളരെ കൃത്യമായിട്ട് മുന്നേറുന്നുണ്ട്. ആ മുന്നേറ്റം തന്നെയാണ് ഇന്ത്യക്ക് ശത്രുക്കളെ ഉണ്ടാക്കുന്നത്. പിന്നെ സാമ്പത്തിക ശക്തിയായിട്ട് വളരുന്ന സമയത്ത് ചൈനയ്ക്കും മറ്റു രാജ്യങ്ങൾക്കും ഒക്കെ ഇന്ത്യ വളരുന്നതിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ആൻഡ് വി ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ആരൊക്കെ എന്ത് പറഞ്ഞാലും കാരവാൻ വിൽ ഗോ ഓൺ. അതാണ് ഇന്ത്യയുടെ ശക്തി എന്നുള്ളത്. അല്ല നമ്മൾ വിശ്വഗുരുവാവുന്ന കാര്യത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇറാൻ അമേരിക്കൻ യുദ്ധത്തിനകത്തൊരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് പോയി നിന്ന് അങ്ങനെയുള്ള ക്രെഡിബിലിറ്റി ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യ ഇന്ന് മുന്നോട്ട് പോകുന്നത് ഇന്ത്യയുടെ സ്വതന്ത്രമായിട്ടുള്ള സാമ്പത്തിക ബലതന്ത്ര ചിന്തകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അത് മാത്രമാണ് നമ്മുടെ ഗൈഡിംഗ് പോളിസി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രാറ്റജിക് ഓട്ടോണമിയുടെ ഫിനാൻഷ്യൽ ആസ്പെക്ട്സും ജിയോ പൊളിറ്റിക്കൽ ആസ്പെക്ട്സും ഒരുപോലെ വെച്ചതാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരുടെയും കീഴിലല്ല. റഷ്യയുമായിട്ട് ഇന്ത്യക്ക് നിൽക്കുന്ന ആ ബന്ധം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ അമേരിക്ക പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതിൽ ഇപ്പൊ നമ്മൾ തിരിച്ച് റിവേഴ്സിൽ അത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ക്രൂഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങി. സോ എവറിത്തിങ് ഇസ് ഗോയിങ് ഇൻ എ റൈറ്റ് ട്രാക്ക്. അപ്പൊ അത് ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു സന്തോഷത്തിന് വേണ്ടി പറയാമെന്നുള്ളൂ. പക്ഷേ ഇന്ത്യ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. തീർച്ചയായിട്ടും. ഞാൻ മറ്റൊരു കാര്യം കൂടെ, ഞാൻ സമയത്തിന്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് ഒഴിവാക്കിയാലോ എന്ന് ആലോചിച്ചതായിരുന്നു. നമുക്കിപ്പോ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നതാണ് ഇറാനിലെ ജനങ്ങളുടെ ഒരു വിലാപം. അവിടുത്തെ ആയത്തുള്ള അലി ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആളുകൾ വരുന്നു. അവരുടെ വിലാപവും കരച്ചിലും ഒക്കെ നമ്മൾ കാണുന്നതാണ്.
എന്നാൽ അമേരിക്ക പറയുന്നത് ഇതൊരു കള്ളക്കരച്ചിലാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, നോർത്ത് കൊറിയ നമ്മളൊരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഭരണാധികാരി വരുമ്പോഴെല്ലാം കൈയടിക്കുക, സന്തോഷിക്കുക, മരണത്തിൽ വിഷമിക്കുക. അത് ശരിക്കും അവിടുത്തെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. അതുപോലെ അതിനോട് ഒരു സാമ്യമുള്ള ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ, അതോ ജനങ്ങളുടെ ശരിക്കുള്ള ഒരു രോഷപ്രകടനം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രകടനമാകാനുള്ള ഒരു സാധ്യതയുണ്ട്? എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായത്തിന്റെ പുറത്ത് ചോദിക്കുന്നതാണ്. ഇറാനിയൻ സാവക് എന്ന് പറയുന്ന രഹസ്യ പോലീസിന്റെ നിയന്ത്രണമുള്ള ഒരു രാജ്യത്ത് ഈ പറയുന്ന നേതാവ് മരിച്ചു കഴിഞ്ഞാൽ ആർത്തലച്ച് കരയാനും നെഞ്ചത്തടിച്ച് വിലപിക്കാനും ഒക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം കട്ടപ്പുറത്താകും. ഇതാണ് സത്യം ഇതിന്റെ. സോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രകടനങ്ങളെയൊക്കെ തന്നെ നമ്മൾ കാണേണ്ടത് ഇറ്റ്സ് എ ടോട്ടാലിറ്റേറിയൻ സ്റ്റേറ്റ്, ഇറ്റ്സ് എ ടോട്ടാലിറ്റേറിയൻ റിലീജിയസ് സ്റ്റേറ്റ്. അവിടെ അയത്തുള്ള അലി ഖമേനിയാണ് സുപ്രീം ലീഡർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നത്. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട് സ്ത്രീകൾക്ക്? നമ്മളതൊക്കെ കണ്ടതല്ലേ. സോ അപ്പം ഇത്തരത്തിലുള്ള പരിപൂർണമായിട്ടുള്ള ഈ അടിച്ചമർത്തൽ അനുഭവിക്കുന്ന ഒരു ജനത തിരിച്ച് സംസാരിക്കാൻ പോയിട്ട് ചിന്തിക്കാനോ പ്രതികരിക്കാനോ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കുടുംബസമേതം കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ അഭിനയിക്കും ജന സ്വാതന്ത്ര്യം തുറന്നു വന്നിട്ടുള്ള ഓരോ സ്ഥലങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്താണ്? ഇത്തരത്തിലുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള ഭരണകൂടങ്ങൾ വീഴുമ്പോൾ സ്വാതന്ത്ര്യം ഉണ്ടാവുകയും പിന്നീട് അവിടെ കാണുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള അത്തരം ആളുകളുടെ ഒരു ഡിസ്ട്രക്ഷനാണ്. ഇതുപോലും സംഭവിക്കാം. സോ അപ്പോൾ ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയത്തിനകത്തുനിന്ന് വരുന്ന ഒരു വിധേയത്വമാണ്. ആ വിധേയത്വം നിലനിൽപ്പിന് വേണ്ടി സാധാരണക്കാരൻ ചെയ്യുന്നത് മാത്രമാണ്. ആ ഭയം എന്ന് മാറുന്നു, ആ ഭയം മാറുന്നെന്നാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. അതുവരെ ഇപ്പം അവർക്ക് അങ്ങനെ ജീവിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് അവര് പല രീതിയിലും ഇങ്ങനെ വിധേയപ്പെട്ട് നിൽക്കാനൊക്കെ ശ്രമിക്കുന്നത്. അത് ഇപ്പൊ അങ്ങ് നേരത്തെ നോർത്ത് കൊറിയയുടെ കാര്യം പറഞ്ഞാൽ അതുപോലെയാണ്. ഡിക്റ്റേറ്റർക്കെതിരെ പറയാനുള്ള ചിന്തിക്കാൻ പോലും കഴിയില്ല. ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിച്ചിരിക്കില്ല എന്നൊരു സാഹചര്യം പോലും ഉണ്ട്. അപ്പൊ അത്തരത്തിലൊക്കെയുള്ള ഏകാധിപത്യ സംവിധാനങ്ങളെ നമുക്ക് ആ രീതിയിലേ കാണാൻ പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. എന്തായാലും യുദ്ധം അത് ലോകത്തിന് ആവശ്യമില്ലാത്ത ഒരു പ്രവൃത്തി തന്നെയാണ്. അത് ഏത് രാജ്യം നടത്തിയാലും ഏത് സംഘടന നടത്തിയാലും ശരി, യുദ്ധമല്ല ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ലോകത്തിന് സമാധാനമാണ് വേണ്ടത്. അത് സമാധാനത്തിലേക്ക് എത്തുവാൻ ചിലപ്പോൾ ചില സംഘർഷങ്ങൾ ആവശ്യമായിട്ട് വന്നേക്കാം. ഇപ്പോൾ ഇറാന്റെ വിഷയം എടുക്കുകയാണെങ്കിൽ ഇറാൻ മറ്റ് രാജ്യങ്ങളൊന്നും വേണ്ട അല്ലെങ്കിൽ ജൂതരാജ്യം വേണ്ട എന്നുള്ള നിലപാട് എവിടെ എടുക്കുന്നോ അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അത് ഉപേക്ഷിക്കാൻ ഇറാൻ എന്ന് തയ്യാറാകുന്നോ അന്ന് പശ്ചിമേഷ്യയിൽ സമാധാനം പുത്തുലയും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അമേരിക്ക ആയാലും ശരി, അതിനുശേഷം അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്കായാലും ശരി ഇറാന്റെ മേൽ വലിയൊരു ഇടപെടൽ നടത്താൻ സാധിക്കില്ല എന്നതും ഒരു പച്ചയായ യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് യുദ്ധം അവസാനിക്കട്ടെ. അത് ഉക്രൈനിലായാലും ശരി, ഇവിടെ ഇറാനിലായാലും ശരി, പശ്ചിമേഷ്യയിൽ എവിടെയായാലും ശരി, യുദ്ധം അവസാനിക്കട്ടെ. അക്രമങ്ങളും കൊലവിളികളും കണ്ണുനീരും രക്തച്ചൊരിച്ചിലും ഇല്ലാത്ത ഒരു നാളേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ബിഗ് ഡിബേറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കുചേർന്ന പ്രിയ അതിഥികൾക്കും പ്രിയ പ്രേക്ഷകർക്കും നന്ദി.